RSS നേതാവായ ഗോൾവാൾക്കറുടെ കൃത്യമായ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പോലെ തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം പോലെ തന്നെ BJP സർക്കാർ വലിയ തോതിലുള്ള നീക്കങ്ങൾ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തി വരികയാണ്. മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകളും ക്രിസ്ത്യാനികളും ഈ നാടിൻ്റെ ശത്രുവാണെന്ന് പ്രഖ്യാപിച്ച ഗോൾവാൾക്കറുടെ പുസ്തകത്തിൻ്റെ വിചാരധാരയെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ കലുഷിതമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് അനുഭവിക്കുന്നത്. ഇപ്പോഴിതാ വഖഫ് ബില്ലിനായി സമ്മർദ്ദം ചെലുത്താൻ BJPയുടെ നേതൃത്വത്തിൽ ശക്തമായ നീക്കം തുടങ്ങി. വഖഫ് ബോർഡ് ഇല്ലാതാക്കണമെന്നാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ഒരു ആവശ്യം. ബില്ലിനെ പിന്തുണച്ച് പാർലമെന്ററി സമിതിക്ക് ഇമെയിൽ അയക്കാൻ BJP നേതൃത്വം എല്ലാ കീഴ്ഘടകങ്ങൾക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒരു ബൂത്തിൽ നിന്ന് ചുരുങ്ങിയത് 3 ഇമെയിലെങ്കിലും അയക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. വഖഫ് സംവിധാനം മതേതര സ്വഭാവത്തിന് എതിരാണെന്നും വിമർശനമാണ് ഇപ്പോൾ BJP ഉയർത്തിക്കൊണ്ടുവരുന്നത്. വഖഫ് ബില്ലിനെതിരെ പ്രതിഷേധം ശക്തമായി തുടരുമ്പോഴാണ് BJPയുടെ ഈ നീക്കം. വഖഫ് ബില്ല് ഭരണഘടനാ വിരുദ്ധവും വിശ്വാസങ്ങൾക്ക് എതിരാണെന്നുമാണ് പ്രതിപക്ഷ ആരോപണം. കടുത്ത പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു വഖഫ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. നിലവിൽ വഖഫ് ബില്ല് BJP MP ജഗദാംബിക പാൽ അധ്യക്ഷനായ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയിലാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുമ്പോഴും കേന്ദ്ര സർക്കാർ ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട നടപടികളുമായി കൂടുതൽ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. കേരളത്തിൽ അടക്കമുള്ള മുസ്ലിങ്ങൾ വലിയ തോതിലുള്ള ഒരുതരം അസംതൃപ്തിയാണ് ഈ വിഷയത്തിൽ അനുഭവിക്കുന്നത്. സ്വാഭാവികമായിട്ടും വരുന്ന ആളുകളിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ അമർച്ച ചെയ്തതിൻ്റെ തൊട്ടു പിന്നാലെ മറ്റു ന്യൂനപക്ഷങ്ങളായ ക്രിസ്ത്യൻ സമൂഹത്തിലേക്കും മറ്റും ഇവരുടെ ഇടപെടലുകൾ കടന്നു വരും എന്നുള്ള ഒരു ആശങ്കയും അവർക്ക് നിലനിൽക്കുന്നുണ്ട്. മണിപ്പൂരിലെ ഇനിയും തീ അണഞ്ഞിട്ടില്ല. മണിപ്പൂരിൽ ഓരോ ദിവസവും പുതിയ പുതിയ കലാപങ്ങളും പുതിയ സാഹചര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടത് പ്രസ്ഥാനങ്ങൾ അടക്കമുള്ളവർ ശക്തമായ പ്രതിഷേധം പാർലമെന്റിൽ ഉയർത്തുമ്പോഴും വേണ്ടത്ര പിന്തുണ ഈ പറയുന്ന മതസമൂഹങ്ങളിൽ നിന്ന് ഇവർക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട്. വഖഫ് ബില്ലിനെതിരായ ഇമെയിൽ അയക്കുന്ന സംഭവത്തിൽ പോലും ഇതിനെ നേരിട്ട് ബാധിക്കുന്ന മുസ്ലിങ്ങളായവർ പോലും ഇവർക്ക് ബദലായി ഇമെയിൽ അയക്കാൻ തയ്യാറാകുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കണമെന്നാണ് വലിയ തോതിലുള്ള വിമർശകർ തന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ നിരീക്ഷകർ തന്നെ പറയുന്നത്. ഏതായാലും നാട്ടിൽ കുഴപ്പങ്ങൾ കൂടുതൽ കലുഷിതമാകുന്നു എന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ് നരേന്ദ്രമോദി കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.